നമ്മളെപ്പോഴും ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ പണിതിട്ടാണ് റൂഫ് പണിയാറ്. അതേപോലെ തന്നെയാണ് നമ്മളെപ്പോഴും SAPനെ അപ്രോച്ച് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനീസ് കോടിക്കണക്കിന് രൂപ സ്പെൻഡ് ചെയ്തിട്ട് ഇതുപോലുള്ളൊരു എക്സ്പെൻസീവ് സോഫ്റ്റ്വെയർ അവരുടെ സ്ഥാപനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? മെയിനായിട്ട് അവർ നോക്കുന്നത് 4 റീസൺസ് ആണ്. ഫസ്റ്റ് വൺ, ഓട്ടോമേറ്റ്. ആ കമ്പനിയുടെ എൻറ്റയർ പ്രോസസ്സിനെ, എൻഡ് ടു എൻഡ് പ്രോസസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ ഈ സോഫ്റ്റ്വെയർ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് കൺസേൺ. രണ്ടാമത്തത്, ആ കമ്പനിയുടെ എല്ലാ പ്രോസസ്സിനെയും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് ആ കമ്പനിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ മറ്റേ ഡിപ്പാർട്ട്മെന്റ്സിൽ അപ്ഡേറ്റ് ആവണം. അതിനെയാണ് നമ്മൾ ടൈറ്റ്ലി ഇന്റഗ്രേറ്റ് ആവണം എന്ന് പറയുന്നത്. തേർഡ് റീസൺ, ഒപ്റ്റിമൈസ്. കമ്പനിയുടെ എല്ലാ ഓപ്പറേഷൻസിനെയും ഓട്ടോമേറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനകത്ത് ബെസ്റ്റ് വേയിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ കൂടി വേണം. അതായത് നമ്മളുടെ ഏറ്റവും മിനിമം റിസോഴ്സ് യൂസ് ചെയ്ത് ബെസ്റ്റ് എഫിഷ്യൻസി കൊണ്ടുവരാൻ പറ്റണം. അതിന് ഈ സിസ്റ്റം യൂസ്ഫുൾ ആവണം. നാലാമത്തെ റീസൺ, ഡാറ്റ ഡ്രിവൺ അനലിറ്റിക്സ്. ഒരു കമ്പനിയുടെ ഓണറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻഫർമേഷൻ കിട്ടണം എന്നുള്ളതാണ്. അതായത് കമ്പനി പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നറിയണം. പ്രോഫിറ്റിലാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് പ്രോഫിറ്റിലായത്, ലോസിലാണെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഏറ്റവും കൂടുതൽ ലോസ് വന്നേക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലൊരു റിപ്പോർട്ടിംഗ് സിസ്റ്റം വേണം. അത് നമ്മളുടെ ഈ സോഫ്റ്റ്വെയറിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. അടുത്ത ഒരു ഫൗണ്ടേഷണൽ വീഡിയോയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം.